മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 94-ാമത്തെ ദശകത്തിൽ 5-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ശ്ലോകം: യാഥാർത്ഥ്യാസ്ത്വന്മയസ്യൈവ ഹി മമ ന വിഭോ വസ്തുതോ ബന്ധമോക്ഷോ മായാവിദ്യാതനുഭ്യം തവ തു വിരചിതൗ സ്വപ്നബോധോപമൗ തൗ ബദ്ധേ ജീവദ്വിമുക്തിം ഗതവതി ച പിതാ താവതീ താവദേകോ ഭുങ്ക്തേ ദേഹദ്രുമസ്ഥോ വിഷയഫലരസൻ നാപരോ നിർവ്യഥാത്മാ. യഥാർത്ഥമായിട്ട് ത്വന്മയസ്യൈവ ഹി മമ ന വിഭോ വസ്തുതോ ബന്ധമോക്ഷോ. ത്വന്മയസ്യ ഏവ, അങ്ങയുടേത് തന്നെ, ഭഗവാന്റെ അങ്ങനെയാണല്ലോ പറയണത്. ഭഗവാൻ തന്നെ ആയിട്ട് തീരും. ഭഗവാനിൽ നിന്ന് ഒരു വ്യത്യാസവുമില്ല. ഭഗവാന്റെ തന്നെ അംശമാണ് ഈ ആത്മാവ് എന്നാണ് പറയണത്. തത്വം അങ്ങനെയായിട്ടാണ് സ്വീകരിക്കണതായിട്ടുള്ള ഇത് പക്ഷം. അതാണ് ഭഗവാന്റെ തന്നെ അംശമാണ്. ഭഗവാനും ആത്മാവിനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ജീവാത്മാവിനും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ആ ജ്ഞാനം ഞാൻ തന്നെയാണ് ഭഗവാൻ എന്നുള്ളതായ, അല്ലെങ്കിൽ ഭഗവാൻ തന്നെയാണ് ഞാൻ എന്നുള്ളതായിട്ടുള്ള ആ ബോധം, ഞാൻ ഭഗവാൻ തന്നെയാണ് ഞാൻ എന്നുള്ളതല്ല, ആ ജ്ഞാനം കൂടി ഇല്ല. ഞാൻ എന്ന് ആ സ്വന്തം സച്ചിദാനന്ദ സ്വരൂപം ആയിട്ടുള്ളതായിട്ടുള്ള അതായിട്ട് മാറുക എന്നുള്ളതേ ഉള്ളൂ എന്നാണ്. അപ്പം അങ്ങനെ ആവുമ്പോൾ ഈ ബന്ധം മോക്ഷം എന്നൊക്കെ പറയണത് എന്താ പിന്നെ എന്നുള്ളതാണ്. ബന്ധവും മോക്ഷവും എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഈ ബന്ധം എന്താണ്, മോക്ഷം എന്താണ്? ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെ ആരൊക്കെ ബന്ധം? എങ്ങനെയാണ് ബന്ധം? മോക്ഷം എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ളതൊക്കെ വ്യത്യാസം വരില്ലേ, വിഷമം വരും ആലോചിക്കുമ്പോൾ. അപ്പോൾ അതിന് സമാധാനം പറയാണ്. ത്വന്മയസ്യ ഏവ ഹി മമ. ഈ ബന്ധം മോക്ഷം എന്നുള്ള വാസ്തവത്തിൽ ഈ ത്വന്മയസ്യ ഏവ ഹി മമ, യഥാർത്ഥത്തിൽ അങ്ങ് തന്നെയാണ് ഞാൻ എന്നുള്ളത്. ത്വന്മയൻ തന്നെയാണ് ഞാൻ. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള എനിക്ക്, ത്വന്മയനായിട്ടുള്ള എനിക്ക്, ഭഗവന്മയനായിട്ടുള്ള എനിക്ക്, ഭഗവാൻ തന്നെയായിട്ടുള്ളതായ എനിക്ക്, മമ ന വിഭോ വസ്തുതഃ ബന്ധമോക്ഷവും, വാസ്തവത്തിൽ എനിക്ക് ബന്ധവും മോക്ഷവും ഒന്നും ഇല്ല, ഉണ്ടാവാൻ വഴിയില്ലല്ലോ. ഭഗവത് സ്വരൂപം തന്നെയാണ് ഞാനെങ്കിൽ എനിക്ക് എങ്ങനെയാണ് പിന്നെ ഈ ബന്ധവും മോക്ഷവും ഒക്കെ ഉണ്ടാവണത്? അതുണ്ടാവില്ലല്ലോ. അതുണ്ടാവില്ല എന്ന് പറയാണ്. അപ്പോൾ വസ്തുതഃ ന ബന്ധമോക്ഷവും, വാസ്തവത്തിൽ അങ്ങനെയുള്ളതായിട്ടുള്ള എനിക്ക് ബന്ധവും മോക്ഷവും ഉണ്ടാവാൻ വയ്യ എന്ന് പറയാണ്. ഇനി മായാവിദ്യാതനുഭ്യം തവതു വിരചിതവും, മായാവിദ്യാതനുഭ്യം. മായ എന്ന് വെച്ചാൽ അവിദ്യ, വിദ്യ എന്ന് വെച്ചാൽ ജ്ഞാനം. അപ്പോൾ മായ കൊണ്ടും മായ എന്നുള്ളതായിട്ടുള്ള ഒരു സ്വരൂപം, വിദ്യ ജ്ഞാനം എന്നുള്ളതായിട്ടുള്ള ഒരു സ്വരൂപം. അപ്പം ഇങ്ങനെ രണ്ട് സ്വരൂപം ഭഗവാന്റെ തന്നെ, ഭഗവാൻ സ്വീകരിക്കുന്നതായിട്ടുള്ള രണ്ട് സ്വരൂപങ്ങളാണ്. ഒന്ന് മായാസ്വരൂപവും ഒന്ന് വിദ്യാസ്വരൂപവും. ആ വിദ്യാസ്വരൂപം എന്ന് പറയുമ്പോൾ ജ്ഞാനസ്വരൂപം, മായാസ്വരൂപം എന്ന് പറഞ്ഞാൽ ആ ജ്ഞാനസ്വരൂപത്തിൽ തന്നെ ഭഗവാൻ തൻ്റെ ഇച്ഛപ്രകാരം പ്രകാശിപ്പിക്കുന്നതായിട്ടുള്ള, പുറത്തേക്ക് കാണിക്കുന്നതായിട്ടുള്ള ഒരു അവിദ്യ എന്ന് പറയുന്നതായിട്ടുള്ള ആവരണം. അതാണ്, ആ ആവരണം കൊണ്ടാണ് ഈ പ്രപഞ്ചമുണ്ട് എന്നുള്ളതായിട്ടുള്ള തോന്നലൊക്കെ ഉണ്ടാവണത്. അത് മായ കൊണ്ടുണ്ടാവുന്നതാണ് എന്നാണ്. അങ്ങനെ ഭഗവാന്റെ രണ്ട് സ്വരൂപങ്ങളാണ് ഏത്? മായ എന്നും വിദ്യ എന്നും ഉള്ളതായിട്ടുള്ള രണ്ട് ശരീരങ്ങൾ, രണ്ട് സ്വരൂപങ്ങൾ എന്നാണ്. മായാവിദ്യാതനുഭ്യം, മായാതനു വിദ്യാതനു, ഇവയെ കൊണ്ട് രണ്ടിനെ കൊണ്ടും തവ മായാവിദ്യാതനുഭ്യം, അങ്ങയുടെ മായാശരീരം കൊണ്ടും അല്ലെങ്കിൽ മായാരൂപം കൊണ്ടും വിദ്യാരൂപം കൊണ്ടും വിരചിതവും ഉണ്ടാക്കിയിട്ടുള്ളതാണ്, അങ്ങ് തോന്നിക്കുന്നതാണ് ഈ പ്രപഞ്ചം മുഴുവൻ എന്നാണ്. സ്വപ്നബോധോപമൗ തൗ, ആ ബന്ധം മോക്ഷം എന്നുള്ളതായിട്ടുള്ള രണ്ടെണ്ണം ഉണ്ടല്ലോ, അത്
മായാവിദ്യാതനുക്കളെ കൊണ്ട്, മായയും വിദ്യയുമായിട്ടുള്ള ശരീരങ്ങൾ കൊണ്ട് വിരചിതങ്ങളായ, ഉണ്ടാക്കപ്പെട്ടതായ അല്ലെങ്കിൽ കാണിക്കപ്പെടുന്നതായിട്ടുള്ള സ്വപ്നബോധോപമവും, സ്വപ്നത്തിനും ബോധത്തിനും തുല്യമായിട്ടുള്ള, അവയോട് ഉപമിക്കാവുന്നതായിട്ടുള്ള രണ്ട് രൂപഭേദങ്ങളാണ് ഈ ബന്ധം മോക്ഷം എന്നുള്ളതൊക്കെ എന്നാണ്. ആ ബന്ധമുണ്ടാകുന്നത് മായ കൊണ്ട്, മോക്ഷമുണ്ടാകുന്നത് ജ്ഞാനം കൊണ്ട്. ഇങ്ങനെ ബന്ധമോക്ഷങ്ങൾ എന്നുള്ള ബന്ധവും മോക്ഷവും അങ്ങയുടെ മായ കൊണ്ടും വിദ്യ കൊണ്ടും, മായാസ്വരൂപമായിട്ടുള്ള ആ ശരീരം കൊണ്ടും വിദ്യാസ്വരൂപമായിട്ടുള്ള ആ ശരീരം കൊണ്ടും ഉണ്ടാക്കപ്പെടുന്നതാണ്. അത് സ്വപ്നത്തിനും ബോധത്തിനും തുല്യങ്ങളാണ്, അവയോട് ഉപമിക്കാവുന്നതാണ്. എന്താ ഈ സ്വപ്നത്തിനും ബോധത്തിനും ഓടും ഉപമിക്കുക എന്ന് പറഞ്ഞാൽ, സ്വപ്നത്തിൽ നമ്മൾ കാണും അല്ലേ, സ്വപ്നത്തിൽ ഓരോരോ സ്വപ്നങ്ങൾ കാണും, വളരെ വളരെ ഇതായിട്ടുള്ള, അതൊക്കെ നമ്മളുടെ ഉള്ളിലുള്ളതായിട്ടുള്ള അന്ധകരണത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ഓരോരോ ഭാവഭേദങ്ങൾ മാത്രമാണ്. അതല്ലാണ്ട് വാസ്തവത്തിലുള്ളതാണോ? സ്വപ്നത്തിൽ കാണുന്നത് മുഴുവൻ വാസ്തവമായിട്ടുള്ളതല്ലല്ലോ, ഒന്നുമല്ല വാസ്തവമായിട്ടുള്ളതല്ല. അപ്പോൾ അത് ഒരു പ്രതിഭാസം മാത്രമാണ്, നമ്മളുടെ അന്ധകരണത്തിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള എന്തോ ഒരു തോന്നൽ, അത്രയേ ഉള്ളൂ ആ സ്വപ്നം എന്ന് പറയുന്നത്. ഉറക്കം ഉണർന്നു കഴിഞ്ഞാലോ ഇതൊന്നും ഇല്ലാണ്ടേ ആവണു. അപ്പോൾ പിന്നെ ബാക്കിയുള്ളതായിട്ടുള്ള ജാഗ്രത അവസ്ഥയിൽ നമ്മൾ കാണുന്നതായിട്ടുള്ള വസ്തുക്കൾ മാത്രമേ പിന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ശരീരമുണ്ട്, നമ്മൾ കിടക്കണതായിട്ടുള്ള കട്ടിലുണ്ടാവും, കടക്കയുണ്ടാവും, ചുറ്റുമുള്ളതായിട്ടുള്ള വസ്തുക്കളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ സ്വപ്നത്തിൽ കണ്ടതായിട്ടുള്ള അതൊന്നും ആ പ്രബോധത്തിൽ ഉണ്ടാവണില്ല. സ്വപ്നം കഴിഞ്ഞ് ഉണരുന്നതായിട്ടുള്ള സമയത്ത് ഇതൊന്നും ഇല്ലാണ്ടേ ആവണു. അതേമാതിരിയാണ് ഈ ബോധം ഉള്ളതായിട്ടുള്ള അവസരത്തിൽ പ്രബോധ വിദ്യാസ്വരൂപമായിട്ട് ഭഗവാൻ വരുമ്പോൾ ബാക്കി ഈ മായ കൊണ്ട് നിർമ്മിക്കപ്പെടുന്നതായിട്ടുള്ള ഈ പ്രപഞ്ചം ഒന്നും ഇല്ലാതായിത്തീരുന്നു. ആ പ്രപഞ്ചം ഉണ്ട് എന്നുള്ളതായിട്ടുള്ള അവസ്ഥയിലാണ് ഏത് ബന്ധം എന്ന് പറയണത്. ആ പ്രപഞ്ചമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നിടത്തോളം ബന്ധം എന്നുള്ളതായിട്ടുള്ള ബന്ധം എന്നുണ്ടാകുന്നു. പക്ഷേ അത് നമ്മുടെ ബുദ്ധിയിൽ തന്നെ ഇല്ലാതെ ആവുമ്പോൾ, ആ പ്രപഞ്ചം ഇല്ലാതെ ആവുമ്പോൾ, അപ്പോഴാണ് മോക്ഷമെന്ന് പറയുന്നത്. ആ ജ്ഞാനം വിദ്യ എന്നുള്ളത് ഉണ്ടാവുമ്പോൾ ഈ പ്രപഞ്ചം എന്നുള്ളത് ബാക്കിയുള്ളത് ബാഹ്യമായിട്ടുള്ളതൊന്നും ഇല്ലാണ്ടേ ആവണു, ആത്മാവ് മാത്രമായിട്ട് അവശേഷിക്കുന്നു. അപ്പോൾ ആത്മാവ് മാത്രമായിട്ട് അവശേഷിക്കുമ്പോൾ ആത്മാവ് എന്നുള്ളത് ഒന്നേ ഉള്ളൂ. ജീവാത്മാവും പരമാത്മാവും രണ്ടില്ല, ഒന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്നതായിട്ടുള്ള, അതായത് ജീവാത്മാവിനെ പരമാത്മാവിൽ നിന്ന് ഭേദിപ്പിച്ച് കാണിക്കുന്നതായിട്ടുള്ള ഈ ശരീരമോ ബുദ്ധിയോ ഇന്ദ്രിയങ്ങളോ ഒന്നുമില്ല. അപ്പോൾ പിന്നെ ആ ആത്മാവും പരമാത്മാവും മാത്രമേ ഉള്ളൂ. ആ അവസ്ഥയെയാണ് മോക്ഷമെന്ന് പറയുന്നത് എന്ന് പറയുകയാണ്. മായാവിദ്യാതനുഭ്യം, ശരീരം കൊണ്ടും വിദ്യാശരീരം കൊണ്ടും, അങ്ങയുടെ മായാശരീരം കൊണ്ടും വിദ്യാശരീരം കൊണ്ടും വിരചിതവും ഉണ്ടാക്കപ്പെട്ടതാണ്, കാണിക്കപ്പെടുന്നതാണ്. ഏത്? സ്വപ്നബോധോപമൗത്തവും, സ്വപ്നബോധവുമായിട്ടുള്ള ആ രണ്ടും, ബന്ധം മോക്ഷം എന്നിവ, അത് രണ്ടും സ്വപ്നത്തിന് തുല്യങ്ങളായിട്ടുള്ളതാണ്, സ്വപ്നത്തിനോട് ഉപമിക്കാവുന്നതാണ്. സ്വപ്നത്തിനോടും ബോധത്തിനോടും, ഉണർവ് ഉണ്ടാവുന്നതായിട്ടുള്ള സമയത്തുള്ളതായിട്ടുള്ള ബോധം, അതിനോട് രണ്ടിനോടും ഉപമിക്കാവുന്നതാണ് ഈ രണ്ട് ശരീരങ്ങൾ തമ്മിലുള്ളതായിട്ടുള്ള രണ്ട് ശരീരങ്ങളെ കൊണ്ട് ഉണ്ടാക്കപ്പെടുന്നതായിട്ടുള്ള ഈ ബന്ധവും മോക്ഷവും എന്നുള്ളത് എന്നാണ്. ബദ്ധയെ ജീവദ്വിമുക്തിം ഗതവതി ച പിതാതാവതി. ഇനി എന്നാൽ ഇതിന് രണ്ടിനും തമ്മിൽ എന്താ വിശേഷം, വ്യത്യാസം എന്ന് ഒന്നും കൂടി പറയുകയാണ്. ബദ്ധനായിരിക്കുന്നതായിട്ടുള്ള സമയത്തും ജീവദ്വിമുക്തി എന്ന് പറയുമ്പോൾ ജീവിക്കുമ്പോൾ തന്നെ ഉണ്ടാവുന്നതായിട്ടുള്ള മോക്ഷം. അതായത് വലിയ വലിയ മഹർഷിമാരൊക്കെ ഈ ജഡഭരതനെയൊക്കെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് ഭാഗവതത്തിൽ. അങ്ങനെയുള്ളവർക്കൊക്കെ മരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും മുക്തനായി കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് അവരുടെ ആ പ്രാരബ്ധകർമ്മങ്ങൾ അവസാനിക്കുന്നത് വരെ അവരങ്ങനെ ജീവിച്ചും കൊണ്ടിരിക്കും. അവർക്ക് ജ്ഞാനം ഉണ്ടായിട്ടുണ്ട്, ഭഗവാൻ തന്നെയാണ്, ഭഗവാനും ഞാനും വേറെയല്ല എന്നുള്ളതായിട്ടുള്ള ആ ഭഗവത് സ്വരൂപം എന്നുള്ളതായിട്ടുള്ള ജ്ഞാനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ശരീരം വിട്ടുപോയിട്ടുമില്ല. ശരീരത്തിന് ബാഹ്യമായിട്ടുള്ള ആ ശരീരം അവിടെ നിൽക്കുന്നുണ്ടാവും, പക്ഷെ അവരുടെ അന്ധകരണത്തിൽ അല്ലെങ്കിൽ ബുദ്ധിയിൽ അതൊന്നുമില്ല എന്നുള്ളതാണ്. അതിനെ പറ്റിയിട്ടൊന്നും ശ്രദ്ധയില്ല. ലോകത്തിൽ അങ്ങനെ നടന്നു എന്ന് വരും, അത് ജീവിച്ചും കൊണ്ടിരിക്കും,
പക്ഷേ അതിനെക്കുറിച്ചൊന്നും അവർക്ക് ചിന്തയേ ഇല്ലാതെ കൊണ്ട് വരും. അങ്ങനെയുള്ളതായിട്ടുള്ള ആ ജീവവിമുക്തി എന്നുള്ളത്, ആ ജീവൻമുക്തി എന്നുള്ളതായിട്ടുള്ള ആ അവസ്ഥ, അതിനും ഈ ബദ്ധഭാവത്തിനും കൂടിയിട്ട് എന്താ വിശേഷം? ബദ്ധേ ജീവദ്വിമുക്തിം ഗതവതി, ജീവദ്വിമുക്തി പ്രാപിച്ചവനും ബദ്ധനും തമ്മിൽ എന്താണ് വിശേഷം എന്ന് പറയാണ്. താവതീ താവത്, ഇത്രത്തോളേ ഉള്ളൂ ഭേദം. എന്താണ്? ഗതവതി ച ഭിദ താവതി, ഭിദ എന്ന് വെച്ചാൽ ഭേദം, ഭേദം വ്യത്യാസം, വ്യത്യാസം താവതീ അത്രത്തോളേ ഉള്ളൂ. എത്രത്തോളം? താവത് ഏകോ ഭുങ്ക്തേ ദേഹദ്രുമസ്ഥ വിഷയഫലരസാൻ. ഏകഹ ഒരുവൻ, അതായത് ബദ്ധനായിട്ടുള്ളവൻ, വിഷയ ഭുങ്ക്തേ ദേഹദ്രുമസ്ഥ, ദേഹദ്രുമസ്ഥ ദേഹമാകുന്ന വൃക്ഷത്തിൽ, ദേഹത്തിനെ ഒരു വൃക്ഷത്തിനോട് ഉപമിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ദേഹമാകുന്ന വൃക്ഷത്തിൽ ഇരുന്നു കൊണ്ട്, വർത്തിച്ചുകൊണ്ട്, ദേഹദ്രുമസ്ഥ ദേഹമാകുന്ന വൃക്ഷത്തിൽ വർത്തിച്ചുകൊണ്ട്, സ്ഥിതി ചെയ്തുകൊണ്ട്, ഭുങ്കതേ ഭുജിക്കുന്നു, അനുഭവിക്കുന്നു. എന്തിനെ അനുഭവിക്കുന്നു? വിഷയഫലരസാൻ, വിഷയങ്ങളാകുന്ന ഫലങ്ങൾ, അതായത് ശ്രോത്രേന്ദ്രിയത്തിൻ്റെ വിഷയങ്ങൾ, ചക്ഷുരിന്ദ്രിയത്തിൻ്റെ വിഷയങ്ങൾ, അതിനെയൊക്കെ അങ്ങനെ, അതൊക്കെ ഫലങ്ങളാണെന്ന, പഴങ്ങളാണ്. ആ ദേഹദ്രുമസ്ഥത്തിലുള്ളതായിട്ടുള്ള ഫലങ്ങൾ, ദേഹമാവുന്ന വൃക്ഷത്തിൽ ഉള്ളതായിട്ടുള്ള ഫലങ്ങൾ, കായ്കളാണ് അതൊക്കെ എന്നാണ്. ആ കായ്കളെ ഭുജിച്ചുകൊണ്ടിരിക്കുന്നു, ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ഞാൻ അനുഭവിക്കുകയാണ് എന്ന് വിചാരിക്കുന്നു. അതായത് ഈ ദേഹമാവുന്ന വൃക്ഷത്തിൽ ഇരുന്നു കൊണ്ട് ആ ആത്മാവ് ഈ വിഷയങ്ങളെ മുഴുവൻ, ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളെ മുഴുവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അത് ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇത് നല്ല സ്വാദുള്ളതാണ്, ഇത് നല്ല ഭംഗിയുള്ളതാണ്, നല്ല രസകരമായിട്ടുള്ളതായിട്ടുള്ള പാട്ടാണ് എന്നൊക്കെ ഇങ്ങനെ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏത്? ആ ദേഹമാകുന്ന വൃക്ഷത്തിൽ ഇരുന്നു കൊണ്ടുള്ളതായ ആത്മാവ് ഈ വിഷയങ്ങളുടെ മുഴുവൻ രസം, ആ വിഷയങ്ങളാകുന്ന ഫലങ്ങൾ, ആ ഫലത്തിൻ്റെ രസം, അതിൻ്റെ സത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏകഹ, അതായത് ബദ്ധനായിട്ടുള്ളവൻ. അപരൻ എന്ന് വെച്ചാൽ ജീവൻ മുക്തനായിട്ടുള്ള ആത്മാവ്. അതെന്തു ചെയ്യണു? അപരഹ വിഷയഫലരസാൻ ഭുങ്ക്തേ അപരഹ നിർവ്യഥാത്മാ. അപരഹ മറ്റവൻ, അതായത് ജീവൻ മുക്തൻ ആയിട്ടുള്ള ആ ആത്മാവ് നിർവ്യഥ, യാതൊരു വ്യഥയുമില്ലാതെ കണ്ട്, അങ്ങനെയുള്ളതായിട്ടുള്ള ആത്മാവോട് കൂടിയവൻ, അവന് ഇതിലൊന്നും പങ്കില്ല. വിഷയങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ അത് അനുഭവിക്കുന്നു എന്നുള്ളതായിട്ടുള്ള വിചാരം ഇല്ല എന്നാണ്. അതൊന്നും യേശുനില്ല. ഇങ്ങനെ കാഴ്ച മുമ്പിലുള്ളതിനെ കണ്ണടയ്ക്കണമൊന്നുമില്ല. കണ്ണ് എന്നുള്ളതായിട്ടുള്ള ഇന്ദ്രിയത്തിനെ അടയ്ക്കണമൊന്നുമില്ല. അത് കാണുന്നുണ്ട്, പക്ഷേ അത് കാണുന്നുണ്ടെങ്കിലും അത് അങ്ങനെ പോണു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ കണ്ട് അതിനെ പറ്റിയിട്ട് യാതൊരു ചിന്തയും ഇല്ല എന്നാണ്. അങ്ങനെ നിർവ്യഥാത്മാവായിട്ട് യാതൊരു വ്യഥയും ഇല്ലാതെ, ചുറ്റുമുള്ളതായിട്ടുള്ള വസ്തുക്കൾ തന്നെ ബാധിക്കാതെ കണ്ട്, തന്നെ ആത്മാവിനെ ഒട്ടും തന്നെ ബാധിക്കാതെ കണ്ട് നിർവ്യഥനായിട്ട് സഞ്ചരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. അതാണ് ഈ രണ്ടും കൂടിയിട്ടുള്ളതായിട്ടുള്ള വ്യത്യാസം. രണ്ടും വിഷയങ്ങളെ അറിയുന്നുണ്ട്, അല്ലെങ്കിൽ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഒരാൾ അത് ശരിക്കും ആ രസത്തെ ആസ്വദിച്ചും കൊണ്ടാണ് ജീവിക്കുന്നത്. മറ്റേയാൾ, അതായത് ജീവൻ മുക്തൻ, അതിനെ അനുഭവിക്കുന്നുണ്ട് എങ്കിലും, അതായത് ശാരീരികമായിട്ടതൊക്കെ അനുഭവിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ അതൊന്നും അവൻ്റെ ഉള്ളിൽ, ആത്മാവിനെ അതൊന്നും ബാധിക്കണില്ല, ആത്മാവ് ഇതൊന്നും അനുഭവിക്കണില്ല എന്നാണ് പറയണത്. അപ്പം അതാണ് ഈ ജീവൻ മുക്തനും ബദ്ധനും തമ്മിലുള്ളതായിട്ടുള്ള വ്യത്യാസം. അത്രയേ ഉള്ളൂ. ഒരാൾ വിഷയരസങ്ങളെ അനുഭവിക്കുന്നു, മറ്റേയാൾ അത് അനുഭവിച്ചാൽ തന്നെ അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ആത്മാവ് കൊണ്ടത് അനുഭവിക്കുന്നില്ല. കേവലം അത് എന്ത് സാധനമായാലും ഭക്ഷണം കിട്ടിയത് കഴിക്കും, എവിടെയാണെന്ന് വെച്ചാൽ അവിടെ കിടക്കും, അടി വേറെയുള്ളൊരു പ്രഹരിക്കുകയാണെങ്കിൽ അത് കൊള്ളും, അതല്ല ബഹുമാനിക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കും. ഇങ്ങനെ നടക്കുക എന്നല്ലാതെ കണ്ട് അതിനെക്കുറിച്ച് യാതൊരു ചിന്തയും ഇല്ല. എനിക്ക് ഇന്നത് വേണം എന്നുള്ളത് ബോധമില്ല. കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനൊരു സന്തോഷവും ഇല്ല, കിട്ടിയില്ലെങ്കിൽ ദുഃഖവും ഇല്ല.
അങ്ങനെ യാതൊന്നും അതിനെ ബാധിക്കാതെ കണ്ടുള്ളതായിട്ടുള്ള ആ സഞ്ചാരം, അത് ആ ശരീരം നശിക്കുന്നത് വരെ തുടർന്നുകൊണ്ടിരിക്കും. ശരീരം നശിക്കുന്നത് എപ്പോഴാണ്? ആ പൂർവ്വ അനുഭവിക്കാൻ തുടങ്ങിയതായിട്ടുള്ള ആ കർമ്മഫലങ്ങൾ, ആ സംസ്കാരം, അത് കഴിയണത് വരെ ആ ജീവിതം തുടർന്നുകൊണ്ടിരിക്കും എന്നാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഭഗവാനിൽ ലയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതിനു മുമ്പ് തന്നെ ലയിച്ചു, പക്ഷേ ആ ലയിച്ചിട്ടുണ്ടെങ്കിലും അത് ബാഹ്യമായിട്ട് ലയിച്ചതായിട്ട് വരണില്ല എന്നുള്ളതാണ്. അത്രേ വ്യത്യാസമുള്ളൂ എന്നുള്ളതാണ് പറയണത് ഈ ശ്ലോകത്തിൽ. യാഥാർത്ഥ്യാത്വന്മയസ്യൈവ ഹി മമ ന വിഭോ വസ്തുതോ ബന്ധമോക്ഷൗ മായാവിദ്യാതനുഭ്യം തവ തു വിരചിതൗ സ്വപ്നബോധോപമൗ തൗ ബദ്ധേ ജീവദ്വിമുക്തിം ഗതവതി ച പിതാ താവതീ താവദേവോ ഭുങ്ക്തേ ദേഹദ്രുമസ്ഥോ വിഷയഫലരസൻ നാപരോ നിർവ്യഥാത്മാ. ഇവിടെ പ്രസിദ്ധമായിട്ടുള്ള ഉപനിഷത് വാക്യങ്ങൾ, ഗീതാവാക്യങ്ങളൊക്കെ ഉണ്ട്. ഈ രണ്ട് പക്ഷികളായിട്ടാണ് ഉപമിക്കണത്. ഒന്ന്, രണ്ട് പക്ഷികൾ ഒരേ വൃക്ഷത്തിൻ്റെ കൊമ്പത്തിരിക്കണു. എന്നിട്ട് അതിലൊന്ന് ആ ഫലങ്ങൾ, പിപ്പലം എന്ന് പറഞ്ഞാൽ പിപ്പല ഫലം എന്നുള്ളതാണ്. ആ ഫലത്തിനെ ഭക്ഷിക്കണു, സന്തോഷത്തോടു കൂടി ഭക്ഷിച്ചും കൊണ്ടിരിക്കണു. അതായത് ഇന്ദ്രിയ സുഖങ്ങളെയൊക്കെ അനുഭവിച്ചും കൊണ്ടിരിക്കണു. മറ്റത് അത് നിർവ്യഥാത്മാ, അല്ല, അവിടെ യാതൊരു വികാരവുമില്ലാതെ അത് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കണ്ണുകൊണ്ട് കാണുന്നുണ്ടെങ്കിലും കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഇരിക്കണു ആ മറ്റേ പക്ഷി, അതായത് ജീവൻ മുക്തനായിട്ടുള്ള വ്യക്തി, ആത്മാവ്. മറ്റേ ആത്മാവോ ബദ്ധനായിട്ട് ഇതിങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. അങ്ങനെ പ്രസിദ്ധമായിട്ടുള്ളതായിട്ടുള്ള ദ്വാസുപർണ സയുജ സഖായാ സമാനം വൃക്ഷം പരിഷസ്വജാതേ. ഒരേ തരത്തിലുള്ളതായിട്ടുള്ള രണ്ടുപേർക്ക് ശരീരങ്ങളുണ്ട്. ഒരേ തരത്തിലുള്ളതായിട്ടുള്ള വൃക്ഷത്തിനെ പരിഷസ്വജാതേ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാളും ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ വർത്തിക്കുന്നുണ്ട്. പക്ഷേ തയോരന്യ പിപ്പലം സ്വാദു അത്തി. ഇതിലൊരു പക്ഷി ആ പിപ്പലം ഫലത്തെ സ്വാദു, സന്തോഷത്തോട് സ്വാദോടു കൂടിയിട്ട് ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. തയോരന്യ പിപ്പലം സ്വാദ് അത്തി അനശ്നന്യ. അത് ഭക്ഷിക്കണില്ല, ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഭക്ഷിച്ച മാതിരി അനുഭവിക്കണില്ല എന്നാണ്. അനശ്നൻ അന്യ അഭിചാകശീതി, വെറുതെ നോക്കിക്കൊണ്ടിരിക്കണു എന്നാണ്. അതിൽ മുണ്ടകത്തിലൊക്കെ ഉപനിഷത്തിലൊക്കെ പറയണതായിട്ടുള്ളതാണ്. ഉപനിഷത്തുകളിലൊക്കെ ഇത് അനവധി പ്രാവശ്യം ആവർത്തിക്കണതായിട്ടുള്ള ഒരു ഉപമയാണ്. ഈ ജീവൻ മുക്തനും ബദ്ധനും തമ്മിലുള്ളതായിട്ടുള്ള ഈ ഭേദം ഉപനിഷത്തുകളിലും ഗീതയിലും ഒക്കെ ആവർത്തിച്ച് പറയുന്നതായിട്ടുള്ള ഒരു ആശയമാണ് ഇത്. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ദേവാ ഞാൻ നീയുമൊന്നാം ദൃഢമിവനതിനാൽ ബന്ധമോക്ഷങ്ങളില്ല. തോന്നൽ വിദ്യായ അവിദ്യ തവകൃതവപുവാൽ നേരുപോൽ സ്വപ്നവും പോൽ. ബദ്ധൻ ജീവൻ വിമുക്തർക്കിടയിലെ അകലം കേവലം ബദ്ധജീവൻ വൃക്ഷദേഹേ രസിക്കും. വിഷയഫലമൊരാൾ മറ്റേയാൾ തള്ളുമെല്ലാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.